സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ 28 കൊല്ലവർഷം 1201 ധനു 13 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സരസ്വതി FM 100ന്റെ നിറവിൽ. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്കിൽ ആദ്യ സ്കിൻ പ്രോസസിംഗ് തുടങ്ങി. നേറ്റിവിറ്റി കാർഡ് താമസ സർട്ടിഫിക്കറ്റിന് പകരമാവില്ല. സൈനികർക്ക് ഇൻസ്റ്റഗ്രാമും എക്സും പരിശോധിക്കാം. നിയന്ത്രണങ്ങളിൽ ഇളവുമായി കരസേന. 72 ആശുപത്രികളിൽ 202 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ. വാർത്തകൾ വിശദമായി. സരസ്വതി FM 100ന്റെ നിറവിൽ. എല്ലാ ഞായറാഴ്ചയും രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന സരസ്വതി FM ഇന്ന് 100 എപ്പിസോഡ് പൂർത്തിയാക്കുന്നു. 500-ലേറെ വാർത്തകൾ, 100 കൗതുക വാർത്തകൾ, 100 കായിക വാർത്തകൾ, സരസ്വതിയുടെ പ്രിയപ്പെട്ട അമരക്കാരൻ ഡോക്ടർ SK അജയ്കുമാർ നൽകുന്ന സന്ദേശം ഉൾപ്പെടുന്ന ആരോഗ്യ മുത്തുകൾ, അടുത്ത ദിവസത്തെ OP വിവരങ്ങൾ, 100 ചോദ്യങ്ങൾ തുടങ്ങി സരസ്വതിയുടെ പ്രിയപ്പെട്ട ഡയാലിസിസ് ടെക്നീഷ്യൻ ദിവ്യയുടെ ശബ്ദത്തിൽ ആരംഭിച്ച് ലാബ് ടെക്നീഷ്യൻ ശ്രീമതി ജിനിയുടെ മകൾ അന്നയുടെ ശബ്ദത്തിൽ അവസാനിപ്പിക്കുന്ന സരസ്വതി FM ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത വാർത്തകൾ നിറച്ച് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെയുള്ള തദ്ദേശ വാർത്തകളുമായി ജൈത്രയാത്ര തുടരുന്നു. ഇത്രനാളും നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി, സ്നേഹം, അഭിമാനം. ആശംസകളുമായി സരസ്വതി FM എന്ന ആശയത്തിനു പിന്നിൽ പ്രവർത്തിച്ച വഴികാട്ടിയും അധ്യാപകനും സരസ്വതി കുടുംബാംഗവുമായ പ്രിയപ്പെട്ട ശ്രീ സൗദീഷ് തമ്പി ചേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗദീഷ് തമ്പി. വളരെ സന്തോഷമായ നിമിഷമാണ് 100 എപ്പിസോഡ് തികയ്ക്കുന്ന സരസ്വതി FM. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഇനിയും ഈ നാട്ടിൻ പ്രദേശത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലും ഈ FM-ഉം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അശാന്തം പരിശ്രമിക്കുന്ന അവിടുത്തെ ജീവനക്കാർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി, കടപ്പാടും രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്കിൽ ആദ്യ സ്കിൻ പ്രോസസിംഗ് തുടങ്ങി. പൊള്ളലേറ്റവർക്ക് ലോകോത്തര നൂതന ചികിത്സാ സംവിധാനം. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യ ചർമ്മത്തിന്റെ പ്രോസസിംഗ് ആരംഭിച്ചു. പ്രത്യേക താപനിലയിലും സംവിധാനത്തിലുമാണ് ചർമ്മം സംരക്ഷിക്കുന്നത്. 3 ആഴ്ചത്തെ കെമിക്കൽ പ്രോസസിംഗിന് ശേഷം അത്യാവശ്യമുള്ള രോഗികൾക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെയും നൂതന സാങ്കേതിക വിദ്യയിലൂടെയും ചർമ്മം വെച്ചുപിടിപ്പിക്കുന്നു. അപകടത്താലും പൊള്ളലേറ്റും ചർമ്മം നഷ്ടപ്പെട്ടവർക്ക് ജീവൻ നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. നേറ്റിവിറ്റി കാർഡ് താമസ സർട്ടിഫിക്കറ്റിന് പകരമാകില്ല. സംസ്ഥാന സർക്കാർ നൽകാനൊരുങ്ങുന്ന നേറ്റിവിറ്റി കാർഡ് റെസിഡൻസി സർട്ടിഫിക്കറ്റിന് പകരമാകില്ല. റേഷൻ കാർഡും ക്ഷേമ പെൻഷനുമൊക്കെ ലഭിക്കാൻ ഒരു സ്ഥലത്ത് നിശ്ചിത കാലമായി താമസിക്കുന്നുവെന്ന് തെളിയിക്കുന്ന താമസ സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. നേറ്റിവിറ്റി കാർഡ് ഇതിന് പകരമാകില്ല. നേറ്റിവിറ്റി കാർഡ് എവിടെ താമസിക്കുന്നുവെന്നല്ല, സ്വദേശം തെളിയിക്കാനുള്ളതാണ്. നേറ്റിവിറ്റി കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ബിൽ ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലാകും അവതരിപ്പിക്കുക. സൈനികരുടെ സാമൂഹിക മാധ്യമ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയന്ത്രണത്തിൽ ഇളവുമായി കരസേന. പ്രവർത്തന സുരക്ഷ പൂർണ്ണമായും സംരക്ഷിച്ച് പരിമിതമായ തോതിൽ ഇൻസ്റ്റഗ്രാമും എക്സും ഇനി ഉപയോഗിക്കാം. ഇവയിലെ ഉള്ളടക്കം നോക്കാനേ അനുവാദമുള്ളൂ. പോസ്റ്റിംഗ്, കമന്റിംഗ്, ഷെയറിംഗ്, മെസ്സേജുകളോട് പ്രതികരിക്കൽ എന്നിവ പാടില്ല. നിലവിൽ പൂർണ്ണമായ വിലക്കാണ്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഇന്റലിജൻസ് പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രാബല്യത്തിലായി. 72 ആശുപത്രികളിൽ 202 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ. ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള 72 ആശുപത്രികളിലായി 202 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തികകൾ അനുവദിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ജില്ലകളിലെ ജില്ലാ ജനറൽ ആശുപത്രികളിലും കാഞ്ഞങ്ങാട്, വൈക്കം എന്നിവിടങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികളിലാണ് തസ്തികകൾ അനുവദിച്ചത്. താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ശക്തമാക്കുകയാണ് ലക്ഷ്യം. കായികം. ശ്രീലങ്കയ്ക്കെതിരായ 3ാം വനിതാ T20 ക്രിക്കറ്റിലും ഇന്ത്യൻ വിജയത്തിന്റെ തിരക്കഥ. വിശാഖപട്ടണത്ത് നടന്ന ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ 5 മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കി. മറ്റു മത്സരങ്ങൾ 28, 30 തീയതികളിൽ കാര്യവട്ടത്ത് നടക്കും. കേരളത്തിലെ ആദ്യ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരമാണിത്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ശസ്ത്രക്രിയ എപ്പോൾ, എങ്ങനെ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശസ്ത്രക്രിയ അഥവാ സർജറി ഒരു നല്ല വിഭാഗം രോഗങ്ങൾക്കുള്ള ചികിത്സാ വിധിയാണ്. ഒരു നല്ല വിഭാഗം രോഗങ്ങൾ മരുന്നുകൾ കൊണ്ട് മാറുമെങ്കിലും ഒരു വിഭാഗത്തിന് ശസ്ത്രക്രിയ കൂടിയേ തീരും. ശസ്ത്രക്രിയ വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇന്ന് ലോകമെമ്പാടും ശസ്ത്രക്രിയ മിനിമൽ എക്സസ് അഥവാ വളരെ കുറച്ചു മാത്രം മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ മുറിവ് ഉണ്ടാക്കാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് വയറിന്റെ മുകൾ ഭാഗം മുതൽ താഴെ അറ്റം വരെ തുറന്ന് എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്ന എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമിയുടെ സ്ഥാനത്ത് ഇന്ന് മിനിമൽ എക്സസ് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി എത്തിയിരിക്കുന്നു. പണ്ട് മാറിടം മുഴുവൻ ഓപ്പറേഷൻ ചെയ്ത് കഷവും മാറിടവും ഒക്കെ തുറന്ന് വളരെ ഭീകരമായി ചെയ്തിരുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ റാഡിക്കൽ മാസ്റ്റക്ടമി എന്ന ശസ്ത്രക്രിയയുടെ സ്ഥാനത്ത് വളരെ മിനിമൽ എക്സസ് ആയിട്ട്
ഇന്ന് ഓങ്കോപ്ലാസ്റ്റി, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയും വന്നു നിൽക്കുന്നു. വളരെ ശസ്ത്രക്രിയകൾ മരുന്നുകളാൽ ലഘൂകരിക്കപ്പെട്ട് ചെറിയ രീതിയിൽ ചെയ്യേണ്ട അവസ്ഥയിൽ വന്നിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തിനൊക്കെയാണ് ശസ്ത്രക്രിയയുടെ ഗുണങ്ങൾ, ദോഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ശസ്ത്രക്രിയ ചെയ്യണം, എന്തിനാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്നതുപോലെ പ്രധാനമാണ് എപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാൻ പാടില്ല എന്നുള്ളതും. പിന്നെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനെ അല്ലെങ്കിൽ സർജനെ കണ്ട് ശസ്ത്രക്രിയയുടെ ഉപദേശം തേടുമ്പോൾ രോഗത്തിന്റെ പൂർണ്ണ വിവരങ്ങളും പണ്ടുണ്ടായിരുന്ന ചികിത്സയുടെ ചരിത്രവുമൊക്കെ വിശദമായി പറയണം. രോഗി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ഉദാഹരണത്തിന് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, ഹൃദയാഘാതം പണ്ട് വന്നതിന്റെ ചരിത്രം, രക്തത്തിന്റെ ദൂഷ്യം തുടങ്ങിയ രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതിനും ശേഷം മാത്രമേ ശസ്ത്രക്രിയയെക്കുറിച്ച് ഡോക്ടർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇവ പലപ്പോഴും മറച്ചു വയ്ക്കുകയോ ഉദാസീനമായി പറയാൻ വിട്ടുപോവുകയോ ഒക്കെ ചെയ്താൽ ശസ്ത്രക്രിയയോടനുബന്ധിച്ച് വരുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വലുതായിരിക്കും. ഇനി ശസ്ത്രക്രിയ സുരക്ഷിതമാണ്. ഇന്നത്തെ വളരെ വികസിതമായ നൂതനമായ അനസ്തീഷ്യ അഥവാ മയക്കുമരുന്നിന്റെ ശാസ്ത്രശാഖയും ശസ്ത്രക്രിയയുടെ വികാസവും ശസ്ത്രക്രിയകളെ വളരെ സുരക്ഷിതമാക്കിയിരിക്കുന്നു. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നേരെ ഉള്ള ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ആക്രമണം, അത് വാക്ക് അത്രയും ശരിയല്ലെങ്കിൽ പോലാണ്. രോഗിയുടെ ശരീരം അതിനുവേണ്ടി പ്രതികരിക്കാം. അപ്പോൾ അപകട സാധ്യതകൾ വളരെ കുറച്ചാണെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഹെർണിയ പോലെയുള്ള ശസ്ത്രക്രിയകളെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, വെരിക്കോസ് വെയിൻ പോലുള്ള ശസ്ത്രക്രിയയെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, സാർ ഇത് തിരിച്ചു വരുമോ, പൂർണ്ണമായും മാറുമെന്ന് സാറിന് ഗ്യാരണ്ടി തരാമോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശസ്ത്രക്രിയ ചെയ്യുന്ന ഏത് കാര്യത്തിനായാലും ഒരു നിശ്ചിത ശതമാനം അതിൻ്റെ അസുഖം തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഹെർണിയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ 0.1 കോംപ്ലിക്കേറ്റഡ് ഹെർണിയകളിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് നമ്മളാണ് വിധിക്കപ്പെട്ട ആളെങ്കിൽ അത് തിരിച്ചു വരും. അത് സർജന്റെ കുറ്റമോ ശസ്ത്രക്രിയയുടെ കുറ്റമോ അല്ല. ഇനി ശസ്ത്രക്രിയയുടെ കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെയാണ്. ബ്ലീഡിങ്, മറ്റ് അവയവങ്ങൾക്കുള്ള കേടുപാടുകൾ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വേദന, ഇതിനൊക്കെ നിശ്ചിത ശതമാനം സാധ്യത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് സാധാരണ വരണം എന്നില്ല. പക്ഷേ കോംപ്ലിക്കേഷൻസ് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. റോബോട്ടിക് സർജറിയിൽ പോലും മനുഷ്യനാണ് റോബോട്ടിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ശസ്ത്രക്രിയ സുരക്ഷിതമായ ഒരു മാർഗമാണ്. പക്ഷേ കോംപ്ലിക്കേഷൻസ് വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യമാണ്. ശസ്ത്രക്രിയ എപ്പോൾ ചെയ്യണം, എപ്പോൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഡോക്ടറോട് തുറന്നു പറയുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം: സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 9 മുതൽ 12 വരെ, ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ, ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ, ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ, ഫാമിലി മെഡിസിൻ ഡോക്ടർ ശിവകുമാർ രാവിലെ 9 മുതൽ 1 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9495472598 0471220189. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം, ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവ് ആര്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.